എല്ലാവർക്കും നമസ്കാരം. PM കിസാൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് വീഡിയോ ഇടുന്നത്. PM കിസാൻ നിലവിൽ പുതിയത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവരുടെയും സംശയമാണ്. പലരും വാട്സാപ്പിലും അല്ലെങ്കിൽ യൂട്യൂബ് വഴിയൊക്കെ പ്രചരിക്കുന്ന പല ഇൻഫ്ലുവൻസർമാരുടെയും വ്യാജമായിട്ട് പ്രചരിപ്പിക്കുന്ന കുറേ വാർത്തകളും കേട്ടിട്ട് സംശയം കൊണ്ട് ചോദിക്കുന്നുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ടോ, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത്രയേ ഉള്ളൂ കാര്യം മനസ്സിലാക്കേണ്ടത്. PM കിസാൻ്റെ ഫ്രഷ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. PM കിസാൻ്റെ രജിസ്ട്രേഷൻ അവസാനിച്ചിട്ട് കുറച്ച് നാളായി. അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആകെ കൂടെ PM കിസാനിൽ ചെയ്യാൻ പറ്റുന്നത് 2019 ഫെബ്രുവരി മാസത്തിന് മുമ്പ് ഒരു പ്രോപ്പർട്ടിയുടെ ഓണറായിരുന്ന ഒരാൾ PM കിസാൻ ബെനിഫിഷ്യറിയായി രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ ബെനിഫിറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവകാശിക്ക്, അദ്ദേഹത്തിൻ്റെ ലീഗൽ ഹയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ആ പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ മരണശേഷമോ അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ധനനിശ്ചയ ആധാര പ്രകാരം, അതായത് ഈ ഷെയറൊക്കെ കൊടുക്കുന്ന രീതിയിൽ അവരുടെ അവകാശിക്ക് ഈ പ്രോപ്പർട്ടി കൈമാറുകയും ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ ഈ PM കിസാൻ ബെനിഫിറ്റും അവരിലേക്ക് കൈമാറാൻ പറ്റും. അവരുടെ പിന്തുടർച്ച അവകാശിക്ക് കൈമാറാൻ വേണ്ടിയിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ട്രാൻസ്ഫർ ഓപ്ഷൻ മാത്രമാണ് PM കിസാനിൽ നിലവിലുള്ളത്. അതായത് ഒരു ബെനിഫിറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കർഷകനിൽ നിന്ന് ആ ബെനിഫിറ്റിനെ ആ പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള, അത് വിൽപ്പന ചേർത്തതല്ല, ഫാമിലിയിലുള്ള മറ്റൊരു കർഷകനിലേക്ക്, അദ്ദേഹത്തിൻ്റെ അവകാശിയായിട്ടുള്ള കർഷകനിലേക്ക് ആ ബെനിഫിറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ പറ്റുന്നത്. ഒരിക്കലും അതിനെ ഫ്രഷ് രജിസ്ട്രേഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ മുൻപ് ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്ത് പകുതിയിൽ നിർത്തിയിരിക്കുക, എന്തെങ്കിലും കാരണവശാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കും ചിലപ്പോൾ അത് തുടർന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള രജിസ്ട്രേഷൻ മാത്രമാണ് നിലവിലുള്ളത്. അല്ലാതെ ഒരു തരത്തിലും ഫ്രഷ് രജിസ്ട്രേഷൻ നിലവിൽ ചെയ്യാൻ പറ്റുന്നതല്ല. ആരും അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യവും ഇല്ല.